നോക്കൂ, ഈ വെള്ളിയാഴ്ചയാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഈ ഇത്തരത്തിൽ പാനൂരോ അല്ലെങ്കിൽ കൂത്തുപറമ്പിലോ കണ്ണൂരിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ആ, ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനമുണ്ടായി, ഒരാളുടെ കൈപ്പത്തി അറ്റുപോയി, അല്ലെങ്കിൽ കാലറ്റുപോയി, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു എന്ന് പറയുന്നൊരു സംഭവം വലിയൊരു വാർത്തയല്ല കേരളത്തിൽ. നമ്മളിപ്പോൾ അതൊരു ന്യൂ നോർമൽ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളൊരു തീർപ്പിലേക്ക് കേരളം എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം വാർത്തകളോട് നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നോക്കൂ, നമ്മളിരിക്കുന്നത് തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ച കഴിക്കുന്നു. നാലാമത്തെ ദിവസവും നമ്മളിത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നു. ഒറ്റ കാരണം കൊണ്ടാണല്ലോ, അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിലുണ്ടായിരിക്കുന്ന ഇക്കാര്യം വലിയ തോതിൽ UDF ഉപയോഗിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പം വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഈ കോൺഗ്രസിൻ്റെ CAയുമായി ബന്ധപ്പെട്ട നിലപാടുമായി നിലപാടിനോടൊരു ആശങ്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് ധാരാളമായിട്ട് ആളുകൾ BJPയിലേക്ക് പോകുന്നു എന്നുള്ള പ്രശ്നം ആ സമുദായത്തെ അലട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ചില ആശങ്കകൾ രൂപപ്പെട്ട് വന്നിരിക്കുന്നത് ഒരു അനുകൂലമായ സാഹചര്യം ഇടതുപക്ഷത്തിനുണ്ടാക്കുന്നതിനെ മറികടക്കാൻ ഈ വിവാദം വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് ഒരു പ്രതിസന്ധി തന്നെയാണ് അവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണെന്ന്, പ്രത്യേകിച്ച് CPM അവിടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് എന്നുള്ള ഒരു പ്രചാരണം ശക്തമായിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങേയറ്റം CPMനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പാനൂർ തന്നെ ഇതിനു മുമ്പ്, ഈ 2 ആഴ്ച മുമ്പ് അവിടെ ഒരു RSS പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്നും വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ പല പ്രദേശങ്ങളിലായിട്ട് ഈ അടുത്ത മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ള മരണങ്ങൾ എടുത്തു നോക്കിയാൽ, ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ സ്ഫോടനത്തിൽ മരിച്ച 2 കോൺഗ്രസ്സുകാരുണ്ട് അവിടെ, ക്ഷമിക്കണം, 2 RSS പ്രവർത്തകരുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഈ പറയുന്ന ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൈ അറ്റുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ മൊകേരിയിലൊക്കെ അവർ ബോംബുണ്ടാക്കിയപ്പം കൈ അറ്റുപോയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പം കൂത്തുപറമ്പ്, പാനൂർ, നാദാപുരം മേഖലയിലൊക്കെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. ആ ശക്തി കേന്ദ്രങ്ങളൊക്കെ നമ്മളിപ്പോൾ കളിയാക്കി പറയുന്ന പോലെ ഒരു കുടിൽ വ്യവസായം പോലെ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പൊളിറ്റിക്കൽ മർഡർ എന്ന് പറയുന്നത് സത്യത്തിൽ കേരളത്തിൽ ഇല്ല. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങേയറ്റം വിരളമായിരിക്കുന്നു. അപ്പോൾ അത് മാത്രമല്ല, രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംഭവിച്ചാൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്ന് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ബോധ്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2019 ഫെബ്രുവരി 17 കാസർഗോഡ് ഈ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത്. അത് 2 മാസം ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ CPMന് അത് വലിയ തിരിച്ചടിയായി മാറുകയുണ്ടായി. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വലിയ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്, ആ ഒരു മനസ്സിലാക്കലിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന താഴേക്കിടയിലുള്ള നിയന്ത്രണങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പാനൂരിൽ നടന്നിരിക്കുന്ന സംഭവം യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് CPMനെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അത് വലിയൊരു ആയുധമായി UDF ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നത്, യാതൊരു തരത്തിലുള്ള ഇൻ്റലിജൻസ് ഇൻപുട്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരു സംഘം ബോംബ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു, അവിടത്തേക്ക് സാധന സാമഗ്രികൾ എത്തിക്കുന്നു, അവർക്കത് ചെയ്യാൻ കഴിയുന്നു. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. 2, ഈ ബോംബ് ഉണ്ടാക്കുമ്പോൾ അവർ എന്താണ് ലക്ഷ്യം വെച്ചത് എന്നുള്ളൊരു പ്രശ്നവും കൂടി നമ്മൾ ചർച്ച ചെയ്യണമല്ലോ, കേരളം ചർച്ച ചെയ്യണമല്ലോ. കാരണം വെച്ചാൽ ബോംബ് നമ്മൾ ഈ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്നു ആയിട്ടുള്ള വസ്തുവല്ല. അതിൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് കൊലപാതകമാണ്, ആക്രമണമാണ്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് വളരെ പ്രധാനമായി നമ്മൾ അറിയേണ്ടതാണ്. ഈ ഇൻ്റലിജൻസ് ഫെയിലിയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ഈ പറയുന്ന രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ അത് വൻതോതിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനെ നന്നായി പ്രതിരോധിക്കാൻ CPMന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. കാരണം ആ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ വലിയ ശക്തമായി വടക്കൻ മേഖലയിൽ വലിയ സ്വാധീനമുണ്ടാക്കാവുന്ന രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രതിരോധം പാളി എന്നെൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമായി വടക്കൻ മേഖലയിൽ ഒരു എന്താ പറയുക അക്രമ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നില്ല. അതിനകത്ത് RSS വലിയ റോൾ വഹിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗിന് റോളുണ്ട്, കോൺഗ്രസിന് റോളുണ്ട്, CPMന് റോളുണ്ട്. അത്തരത്തിലൊരു സ്ഥലമായത് മാറിയിരിക്കുന്ന ഇത്തരം വാർത്തകളോടൊക്കെ പൊരുത്തപ്പെടുന്ന ഒരു രീതിയും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ് ആണിത്. ശരി. Meet the editors.